ഇനി തിരുവനന്തപുരത്ത് CPI-യിൽ നിന്നും 6 പേർ BJP-യിലേക്ക്. രാഹുൽ കുമാർ, രാജി, സിന്ധു, ശിവാനി, ലതാകുമാരി, റിതിൻ രാജ് എന്നിവരാണ് CPI വിട്ടത്. ഇവരെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. ഒരറ്റത്ത് സുഗതന്റെ പേരില് ഇപ്പോ സംഘികളെ പിടിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്നും താഴെ ഇറക്കി കളയാമെന്ന് വിചാരിച്ചിരിക്കുന്ന കമ്മിക്കുട്ടൻ. എന്നാൽ മറ്റൊരു വശത്ത് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റിയാലിറ്റി എന്ന് പറയുന്നത് കമ്മിക്കൂട്ടത്തിൽ നിന്നും നിരവധി പേർ ഒഴിഞ്ഞുകൊണ്ട് സംഘിക്കൂട്ടത്തിലേക്ക് ചേരുന്ന ഒരു കാഴ്ച. എന്തൊക്കെ കാഴ്ചകൾ കാണണമല്ലേ? തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇപ്പോൾ അങ്ങ് മലമറിച്ച് കളയാം, 45 കൊല്ലം ഭരിച്ചു കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും സംഘികളെ ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കിയിട്ട് വീണ്ടും അകസിലേക്ക് കയറി ഇരിക്കുമെന്നുള്ള തരത്തിലുള്ള ചിന്താഗതികളൊക്കെ കൊണ്ട് നടക്കുന്ന ഇടതുപക്ഷം ഇതെങ്ങനെ സഹിക്കും? അറിയാമല്ലാഞ്ഞിട്ട് ചോദിക്കുക. തിരുവനന്തപുരത്ത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് ഇതെന്ന് പറയുന്നത്. അതായത് ഇടതുപക്ഷത്തിൽ നിന്നും നിരവധി പേര് BJP-യിലേക്ക് ചേക്കേറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നത്. പ്രവർത്തകർ, നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേരാണ് ഈ പറയുന്ന സംഘിക്കൂട്ടത്തിലേക്ക് എത്തുന്നത്. അതും ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് നേരെ പോകുന്നത് വലതുപക്ഷത്തെ UDP-യിലേക്കൊന്നും അല്ല, ഇത് നേരെ ചെന്നെത്തുന്നത് എങ്ങോട്ടാണ്? BJP-യിലേക്കാണ് എന്നുള്ളതാണ് അതിൽ ഏറ്റവും കൂടുതൽ ഇടതുപക്ഷത്തിൽ വിഷമകരമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്. ഈ എവരാണ് സംഘികളെ ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് പിടിച്ചിറക്കിക്കൊണ്ട് അവിടെ ഭരണത്തിൽ കയറിയിരിക്കാനായിട്ടുള്ള തക്കിട തരികിട കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. പരമ കഷ്ടമെന്നല്ലാതെ എന്തോന്നാണ് പറയുക? ആദ്യം സ്വന്തം പാളയത്തിലുള്ളവരെ എങ്ങനെയെങ്കിലും മറുകണ്ഠം ചാടാതെ നോക്കിപ്പിക്കുന്നതല്ല, പകരം മറ്റവന്റെ കൊമ്പത്തിരിക്കുന്ന കാര്യം വെട്ടിമുറിക്കാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് സത്യം പറഞ്ഞാൽ ഒരു ചൊല്ലുണ്ട്, എന്തോ ഇരിക്കുന്ന കൊമ്പ് വെട്ടുക എന്ന് പറയുന്ന രീതിയാണ് ഇപ്പോൾ ഇടതുപക്ഷം കാണിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടി എന്ന് പറയുന്നത്. എന്തായാലും കൊള്ളാം. ഇതിപ്പോൾ ഇങ്ങനെ കൊഴിഞ്ഞ് പോയി ഇത് ഇവിടം കൊണ്ടൊന്നും അവസാനിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രവർത്തകരും നേതാക്കളുമാണെങ്കിൽ നാളെ കൊഴിഞ്ഞു പോകാൻ നിൽക്കുന്നത് കൗൺസിലർമാരാണ്. അതായത് ഇടതുപക്ഷ കൗൺസിലർമാർ സംഘിപ്പാളയത്തിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. ഇടതുപക്ഷ കൗൺസിലർമാർ കുറയും, സംഘികൾക്ക് വീണ്ടും കൗൺസിലർമാർ കൂടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ സംഭവിക്കാൻ പോകുന്ന ഒരു സംഭവ വികാസം ഇനി അധികം വൈകാതെ തന്നെ കാണാൻ പോകുന്ന കാഴ്ച ഇതാണ് എന്നുള്ളത് അടിവരയിട്ട് പറയാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇവര് ശരിക്കും പറഞ്ഞാൽ ഈ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇവര് സ്വന്തം പാളയത്തിലുള്ള ആൾക്കാരെ പിടിച്ചു നിർത്താൻ നോക്കിയല്ല ചെയ്യുന്നതെന്ന് പറയുന്നത്. ഇവർ ഇപ്പോഴും എന്താ പറയുക, അയലത്തെ കാര്യം നോക്കിക്കൊണ്ട് നിൽക്കുന്ന തരത്തിലോട്ടാണ്. അതായത് മറ്റവന്റെ ഭരണം എങ്ങനെ താഴെ ഇറക്കാം എന്നുള്ള തരത്തിലോട്ടുള്ള ചിന്താഗതികൾ. പരമ കഷ്ടമെന്നല്ലാതെ ഇതിനെ എന്തോ എന്നാണ് പറയേണ്ടത് ശരിക്കും പറഞ്ഞാൽ. സ്വന്തം കൂട്ടത്തിൽ നിൽക്കുന്നവർ ഇതാ കൊഴിഞ്ഞു പൊക്കോണ്ടിരിക്കുന്നു, അതൊന്നും ഒരു കുഴപ്പമല്ല. എന്നാൽ മറ്റവനെ എങ്ങനെയെങ്കിലും പിടിച്ച് താഴെ ഇറക്കണം. അങ്ങനെ താഴെ ഇറക്കാൻ നോക്കി അവസാനം സ്വന്തം പാളയത്തിലിരിക്കുന്നവർ എല്ലാ അർത്ഥത്തിലും മറുകണ്ഠം ചാടുന്ന തരത്തിലോട്ടും ശത്രുപാളയത്തിൽ അംഗങ്ങളുടെ ബലം കൂടി വരുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ മാറുന്ന ഒരു ദയനീയ കാഴ്ച കണ്ടു നിൽക്കേണ്ട ഒരു അവസ്ഥ ഇനി ഇപ്പോൾ ഇടതുപക്ഷത്തിന് സംഭവിക്കുന്ന തരത്തിലോട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ കാര്യങ്ങൾ മാറാനായിട്ടുള്ള എല്ലാവിധ സാധ്യതയും നിലവിൽ കാണുന്നുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എന്ത് പറയാനെന്ന് പറയാം, തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിന് അത്രത്തോളം ഒരു വേറുറപ്പുണ്ടായിരുന്ന ഒരു തേരോട്ടം ഉണ്ടായിരുന്ന ഒരു മണ്ണായിരുന്നു തലസ്ഥാന നഗരി എന്ന് പറയുന്നത്. ആ തലസ്ഥാന നഗരിയിൽ ഇടതുപക്ഷത്തിന്റെ ഒരു ഗതികേടാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറയും. കോർപ്പറേഷൻ ഭരണം പോയി, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പല സീറ്റുകളും നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. പല തരത്തിലുമുള്ള കൊഴിഞ്ഞുപോക്കലുകൾ ഇടതുപക്ഷത്തിൽ നിന്നും പല രീതിയിൽ പ്രവർത്തകർ, നേതാക്കളടക്കം തിരുവനന്തപുരത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു. ഇതിങ്ങനെയാണ് പോക്കെങ്കിൽ തീർച്ചയായിട്ടും അധികം വൈകാതെ ഇടതുപക്ഷത്തിൽ നിന്നും ഒരു കൂട്ടക്കൊഴിഞ്ഞു പോക്ക് ഈ പറയുന്ന രീതിയിൽ കൗൺസിലർമാരടക്കം BJP പാളയത്തിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതിൽ ഒരു സംശയവും ആർക്കും വേണ്ട എന്നുള്ളതാണ് എടുത്തു പറയാനായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. എന്തായാലും കൊള്ളാടെ, ഭയങ്കര സംഭവം തന്നെ. ഇപ്പോൾ നിലവിൽ ഭരണത്തിലിരിക്കുന്നവരെ മലമറിച്ച് കളയാൻ നീക്കുന്ന ഇടതുപക്ഷത്തിന് എന്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ചിന്തിക്കേണ്ടിയിരിക്കുന്നതെന്ന് പറയുന്നത്. എന്നിട്ട് അവരത് മനസ്സിലാക്കാതെ ഭരിച്ചുകൊണ്ടിരിക്കുന്നവരെ എങ്ങനെയെങ്കിലും താഴെ ഇറക്കാനായിട്ടുള്ള കഠിന പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുന്നു. കഷ്ടമാണ്, കഷ്ടം. ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട് എന്നുള്ള വല്ല ബോധവും ഉണ്ടോ എന്ന് മാത്രമേ ചോദിക്കാവുള്ളൂ ശരിക്കും പറഞ്ഞാൽ. സുഗതൻ വിഷയത്തിൽ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത് BJP-യാണ്, സംഘികളാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യം തന്നെയാണ്. അതായത് വെറുതെ ഇരുന്ന ഒരുത്തനെ പിടിച്ച് കേരളം മുട്ടിക്ക് അറിയുന്ന ഒരു വലിയ കൗൺസിലറാക്കി മാറ്റുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറ്റിയതാരാണ്? അത് ഈ പറയുന്ന കമ്മികളാണ്. അതോടൊപ്പം തന്നെ സംഘികൾക്ക് ഒരു ചെലവുമില്ലാതെ ഒരു സംസ്ഥാന നേതാവിനെ വലിയ തോതിൽ ജനങ്ങൾക്കിടയിൽ ജനപിന്തുണ കൂടുന്ന തരത്തിലോട്ട് ആക്കി കൊടുത്തതാരാണ്? അതും കമ്മികളാണ്. അതോടൊപ്പം തന്നെ സംഘിക്ക് ഈ പറയുന്ന തോതിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം മേയർ VV രാജേഷിലൂടെ ഇത്രത്തോളം അങ്ങ് ബൂസ്റ്റപ്പ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നത് ആരാണ്? അത് അവിടെ എല്ലാത്തിനും, അതായത് തൊട്ടതിനും പിടിച്ചതിനും എല്ലാത്തിനും സമരം ചെയ്തുകൊണ്ട് BJP കൂടുതൽ സംഘികളെ ശക്തിപ്പെടുത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിക്കുന്നത് കമ്മികളാണ്. അങ്ങനെ എല്ലാ കാര്യത്തിനും ഈ പറയുന്ന തോതിൽ ഇനിയും ഒരു കാര്യം കൂടിയുണ്ട്. അതായത് ഇടതുപക്ഷ പാളയത്തിൽ നിന്നും നിരവധി പേരെ സംഘി കൂട്ടത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നതും ഇപ്പോൾ കമ്മികളുടെ പണിയായി മാറിയിരിക്കുകയാണ്.
എന്തെല്ലാം കേൾക്കണം, എന്തെല്ലാം കാണണം. ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് നാളത്തെ BJP ആവുന്ന ഒരു കാഴ്ചയാണോ തിരുവനന്തപുരത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ എന്ന് പറയുന്നത്? എന്തായാലും പരമ കഷ്ടമാണ് എന്ന് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഉള്ള ഭരണത്തെ പിടിച്ച് താഴെ ഇറക്കാനായിട്ട് നോക്കിയിട്ട് കയ്യിലുള്ളതെല്ലാം കൂടെ ഒലിച്ചിറങ്ങി പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിക്കാതെ നിലവിൽ കൈവശമുള്ളതിനെ എങ്ങനെയെങ്കിലും പിടിച്ച് നിർത്താനായിട്ട് നോക്കുന്നതായിരിക്കും ഇടതുപക്ഷത്തിന് നല്ലതെന്ന് പറയുന്നത്. അവസാനം അതുമില്ല ഇതുമില്ലാത്ത അവസ്ഥയിലോട്ട് കാര്യങ്ങൾ എത്തിക്കാതിരുന്നാൽ നിങ്ങൾക്ക് നല്ലത്.